കൊല്ലപ്പെട്ട ഫർസാനയോട് ഈ അഫാൻ ഒരു വൈരാഗ്യമുണ്ടാകുന്നു. വൈരാഗ്യത്തിന് കാരണം പണയം വെച്ച മാല തിരികെ ചോദിച്ചുള്ള സമ്മർദ്ദം. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ മോട്ടീവ് എന്തെന്നുള്ള കാര്യത്തിൽ പോലീസിന് പലതരത്തിലുള്ള സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള കഥകളും പ്രചരിക്കുകയും ചെയ്തു. കൂട്ട ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച അഫാന്റെ കുടുംബം എന്തിനാണ് അഫാൻ പെൺസുഹൃത്തായ ഫർസാനെ കൊലപ്പെടുത്തിയതെന്നടക്കമുള്ള കാര്യമായിരുന്നു പിന്നീട് പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടിയിരുന്ന ഒരു വിവരം. എന്നാൽ ആ വിവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലത്തെ തെളിവെടുപ്പിൽ നിർണായകമായിട്ടുള്ള ചില വെളിപ്പെടുത്തൽ അഫാൻ നടത്തി എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അല്പസമയം മുൻപ് ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പാങ്ങോട് സ്റ്റേഷനിലേക്ക് തിരുവനന്തപുരം റൂറൽ എസ് പി തന്നെ നേരിട്ടെത്തി അഫാനെ ചോദ്യം ചെയ്തത്. അതിൽ അഫാൻ പറഞ്ഞിരിക്കുന്നത് ഫർസാനയോട് ഏതെങ്കിലും തരത്തിൽ ഒരു സ്നേഹബന്ധമോ അതല്ലെങ്കിൽ താൻ ഇതൊക്കെ ചെയ്തിട്ട് ജയിലിലേക്ക് പോകുമ്പോൾ ഫർസാന ഒറ്റപ്പെടും എന്നുള്ള ആശങ്കയോ കൊണ്ടല്ല ഫർസാനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്നുള്ളത് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം അഫാൻ തന്നെ പറയുന്നു ഫർസാനയോട് തനിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇന്നലത്തെ തെളിവെടുപ്പിൽ അഫാൻ വ്യക്തമാക്കിയ കാര്യം. അതായത് ഫർസാനയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാല മുൻപ് അഫാൻ പണയം വെക്കാൻ വേണ്ടി വാങ്ങിയിരുന്നു. എന്നാൽ അത് വീട്ടുകാരറിയാതാണ്. ഹായ്, നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ പ്രതി അഫാനുമായിട്ടുള്ള തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർണായക വിവരങ്ങളിൽ നിന്ന് പറയാം. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫർസാനെ നമ്മൾ എല്ലാവരും വിചാരിച്ച് ഓരോ സമയം ഓരോന്നാണ് പുറത്തു വരുന്നത്. അവനോട് മാല പണയം വെച്ചതിൻ്റെ പേരിൽ അഫാനോട് ഫർസാനെ എപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അറിഞ്ഞതും അത് പ്രശ്നമായി. അപ്പോൾ വീട്ടിൽ അറിഞ്ഞതുകൊണ്ടും ഈ മാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമ്മർദ്ദം പുലർത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമ്മർദ്ദം ഈ അഫാന് വൈരാഗ്യം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാൻ സമയത്ത് അവളോട് വൈരാഗ്യം തോന്നിയിരിക്കുന്നത് അതാണ് കാരണം. ആ ഫർസാന പോയി ഇതിൽ പെട്ടത്. ഉമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ടാണല്ലോ ആ ഫർസാനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഈ ഒരു ദാരുണമായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒറ്റപ്പെടുന്ന് വിചാരിച്ചിട്ടാണ് കൊന്നെന്ന് പറയുന്നു. ഇപ്പോൾ ആൾ തിരുത്തി പറയുകയാണ് ഫർസാനയോട് സ്നേഹബന്ധമോ ഒന്നുമില്ല, പ്രണയമോ ഒന്നുമില്ല, പകരം വൈരാഗ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തിനാണ് വൈരാഗ്യം എന്ന് വെച്ചാൽ ആ മാല തിരിച്ച് ചോദിച്ചതിനാണ്. അപ്പം ഇങ്ങനെ കടം വാങ്ങിയവരൊക്കെ തിരിച്ച് ചോദിക്കുമ്പോഴുള്ള എല്ലാവരുടെ ഇങ്ങനെ വൈരാഗ്യമാണ് വന്നിട്ടുള്ളത്. അതൊരു പ്രത്യേക ഒരു മൈൻഡാണ് കേട്ടോ. ഇങ്ങനെ കടം മേടിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ മേടിച്ചിട്ട് ആ കടം തിരിച്ച് മറ്റുള്ളവർ ചോദിക്കുമ്പം അതിന് വൈരാഗ്യം വന്ന് കയറുന്ന ഇതിനൊക്കെ ഉള്ള ധൈര്യം ഈ ഫോൺ വഴി തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഈ ഓരോ ഡോറ് പൂട്ടി താക്കോൽ ഫ്ലഷ് ടാങ്കിൽ ഇട്ടേക്കുന്നത് ഇതൊക്കെ ഭയങ്കര വെൽ പ്ലാൻഡ് ആണ്. പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം വെൽ പ്ലാൻഡ് ആണ്. ഇയാളെ മനസ്സ് നമ്മൾ വിചാരിക്കുമ്പോഴില്ല, ഇയാളുടെ ഈ ദുരൂഹമായിട്ടുള്ള മനസ്സിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല, സ്വന്തം അച്ഛൻ ഈ സൗദിയിലൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നു. അനധികൃതമായിട്ടാണ് പോകുന്നത്, ഒളിച്ചാണ് താമസിക്കുന്ന ആൾ. എന്നിട്ട് പോലും ഒരാഴ്ച വിളിക്കാണ്ടിരുന്ന ആ ഒരു ടൈമേ ഉള്ളൂ. ആ ഒരു ടൈമിലാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം അഫാൻ ചെയ്ത് തീർത്തിരിക്കുന്നത്. ഒക്കെ സെർച്ച് ചെയ്താണ് ആ ഒരു ചുറ്റിക മേടിച്ചിരിക്കുന്നത്. എങ്ങനെ കൊല്ലണമെന്ന് വരെ ആള് എല്ലാം പ്ലാൻ ചെയ്ത് ഇത്രയും പേരെ കൊന്നിട്ട് അയാൾക്ക് ഒരു കൂസലും ഇല്ലാണ്ട് പറയുന്നതാണ് വരുന്നു. അല്ലാതെ ഒരു മാനസിക രോഗമോ ഒരു കാര്യം ഇവനില്ല. വെഞ്ഞാറമൂട്ട് ഒരു ചെറുക്കൻ ഏറി ഇറങ്ങി നടന്ന് 5 പേരെ കൊന്നു. അവനെ സ്നേഹിച്ച് വളർത്തിയ അവന്റെ പെറ്റതള്ള, ആ പെറ്റതള്ള ആരാണെന്ന് മനസ്സിലാക്കണം. ഇവൻ ഇത്രയും കൊലപാതകം ചെയ്തെന്ന് അറിയാതെ പോലീസുകാർ ചോദിക്കുമ്പോൾ പറയണം, മജിസ്ട്രേറ്റിനോട് പറയണം, ഞാൻ കട്ടിലേന്ന് വീണ് തലയിടിച്ചാന്നാ പറയുന്നത്. ഇവൻ മണ്ടയടിച്ച് പൊട്ടിച്ച് ചുറ്റിയല്ലുകൊണ്ട് മണ്ടക്കടിച്ച് ചാവാതെ രക്ഷപ്പെട്ടവരും പെറ്റ തള്ള ആരാണെന്ന് മനസ്സിലാക്കണം. അവർ പറയുന്നു, ഞാൻ കട്ടിലിൽ നിന്ന് വീണതാ, അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാ. മോൻ അടിച്ചു എന്ന് പറഞ്ഞാൽ മോനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് ആ പെറ്റ തള്ള മജിസ്ട്രേറ്റിനോട് പറയണം, ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്. എന്താ സംഭവിച്ചതെന്ന് അവരറിയുന്നല്ലോ. 5 പേരെ കൊന്നവൻ 6ാമതായി അവരെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്ന് മനസ്സിലാക്കാതെ അതാണ് അമ്മയുടെ മനസ്സ്. അവർ പറയുന്നത്, എന്റെ മകൻ ഞാൻ കട്ടിലിൽ നിന്ന് വീണാന്ന് അവന് മകനെ രക്ഷിക്കുകയാണ്. അവൻ 5 പേരെ കൊന്നവരും അറിയുന്നില്ല. ബോധം തെളിഞ്ഞു വരുമ്പോഴേ അവരറിയുള്ളൂ 5 പേരെ കൊന്നിരിക്കുകയാണെന്നുള്ള കാര്യം. അവനെ സ്നേഹിച്ച് വിശ്വസിച്ച പെണ്ണിനെ പോലും വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് മണ്ടയടിച്ചു പൊട്ടിച്ച് കൊല്ലുന്നവൻ മാനസിക രോഗിയല്ല, അവൻ മയക്കുമരുന്നില്ല, അവനൊരു ക്രിമിനലാണ്. അവനൊരു ക്രിമിനലായിട്ട് കാണാൻ നമ്മൾ തയ്യാറാവണം. ക്രിമിനൽ തന്നെയാണ്. അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവന് മാനസിക രോഗമുണ്ട്, അവൻ മയക്കുമരുന്നിന് അടിപെട്ട് ഒരു അഹങ്കാരമാണ് അവന്. ക്രിമിനൽ ബുദ്ധിയുള്ളവന്റെ അഹങ്കാരം. ഇതെന്തുകൊണ്ടുണ്ടാവുന്നു? ഈ അമ്മ വളർത്തി, അച്ഛൻ വളർത്തി, വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല. അവന്റെ പോക്ക്, അവന്റെ മനസ്സിന്റെ ആശയം, അവന്റെ ചിന്താധാരകൾ എന്താണ് എന്ന് ആരും അന്വേഷിച്ചില്ല. അവൻ രഹസ്യമായി ആരോടും മിണ്ടാതെ നടന്ന ക്രിമിനൽ പരിപാടികൾ ആസൂത്രണം ചെയ്യും. ചുറ്റിയല് വാങ്ങാനും 10-25 കിലോമീറ്റർ യാത്ര ചെയ്ത് 2 പേരെ കൊന്നതിന് ശേഷം വീണ്ടും യാത്ര ചെയ്യാനും, വീണ്ടും ഒരാളെ കൂടെ കൊന്നിട്ട് വീണ്ടും യാത്ര ചെയ്യാനും, എവിടെയോ ഇരിക്കുന്ന അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി, സ്നേഹത്തോടെ വിളിച്ചു വരുത്തി അവളുടെ മണ്ട അടിച്ചു പൊട്ടിച്ച് കൊല്ലാനും, സ്വന്തം അനിയന് ബിരിയാണി വാങ്ങിക്കാൻ പൈസയും കൊടുത്തിട്ട് അവന് 25 അടി അവന്റെ തലക്കടിച്ച് കൊല്ലണമെങ്കിൽ അവൻ മൃഗീയമായ ക്രൂരനായ കുറ്റവാളിയാണ്. അവൻ അങ്ങനെയായി നമ്മൾ സ്കൂളുകളിൽ ശ്രദ്ധിക്കണം. പ്രശ്നമില്ല, ക്രിമിനലാണ്, പക്ക ക്രിമിനലാണ് ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി. ക്രിമിനൽ മൈൻഡ് മാത്രം വെച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അഫാൻ. ആ അഫാനെ ഈ ഷെമി ആയിരിക്കാം ഈ കുടുംബത്തിന്റെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ച് തുടക്കമായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഒരു മകനെന്ന നിലയ്ക്ക് അത് നീക്കാനുള്ള ഒരു
കാര്യമാണ് ചെയ്യണം. അല്ലാതാണെന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ന് ആഡംബര ബൈക്കൊന്ന് ആഡംബര സ്കൂട്ടറാണ് ഉണ്ടായിരുന്നത്. അത് ലക്ഷങ്ങളോളം വിലയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ എവിടുന്നാണ് പൈസ? ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള കടം തന്നെ 40 ലക്ഷം രൂപ ഉണ്ടെന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ജോലിയില്ല, ഒരു കാര്യമില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അടുത്ത് ഉമ്മ മരിച്ചെന്ന് വിചാരിച്ചിട്ട് വാതിലും പൂട്ടി ഫ്രഷ് ടാങ്കിനകത്ത് താക്കോലിട്ടിട്ട് അടുത്ത ആളെ കൊല്ലാൻ വേണ്ടി പോരിക്കാണ്. ഇത്രയും കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് പോരിക്കുന്നത്. സ്വന്തം മുത്തശ്ശിയെ കൊന്നു, മാലയെടുത്ത് പണയം വെച്ച് കുറേ പേർക്ക് പൈസ കൊടുക്കാണ്ടായിരുന്നു. ആ പൈസ എത്രയും കൊടുത്തു. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ വിളിച്ച് വീട്ടിൽ വരുത്തി അതിനെ കൊന്നു. ബിരിയാണി വാങ്ങാൻ വേണ്ടിയിട്ട് അതിനെ പറഞ്ഞു വിട്ടു. അത് തിരിച്ചു വന്നപ്പോഴത്തേക്കും അതിനെ കൊന്നു. അതിനോട് വിയോജിപ്പ് കാണിച്ചിട്ടുള്ള എല്ലാവരെയും ഇല്ലാണ്ടാക്കുക എന്നതായിരുന്നു അഫാന്റെ ഒരു മോട്ടിവേഷൻ എന്ന് തന്നെ പറയാം. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തി, സത്യമായി ഇവനൊന്നും മയക്കുമരുന്നിന് അടിമയോ ഒരു മദ്യപിക്കുന്ന ആൾക്കാരും അല്ല. ഇവന്റെ മൈൻഡൊക്കെ ഒരു ക്രിമിനൽ, പക്ക ക്രിമിനൽ എന്ന് പറയുന്നത് ഇതാണ്. 23-ാം വയസ്സിൽ ഇത്രയും വലിയൊരു ക്രൂവലായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരു ഇത് സാത്താൻ സേവയൊന്നും കൊണ്ടിട്ട് ദൈവത്തെയും ഈ ക്രിമിനൽ മൈൻഡിനെ പുറത്തു വിട്ടാൽ ഇനി അടുത്ത ജീവനും ആപത്തായിരിക്കും എന്ന് മാത്രം ചിന്തിച്ചാൽ. എന്താ അച്ഛൻ പുറത്തു കിടന്ന് ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനങ്ങളാണ്. ഉപ്പ ഉണ്ടാക്കിയ കാർ വരെ തനിക്ക് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇന്നലത്തെ തെളിവെടുപ്പിൽ അഫാൻ വ്യക്തമാക്കിയ കാര്യം. അതായത് ഫർസാനയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാല മുൻപ് അഫാൻ പണയം വെക്കാൻ വേണ്ടി വാങ്ങിയിരുന്നു. എന്നാൽ അത് വീട്ടുകാരറിയാതാണ് ഫർസാന അഫാന് നൽകിയത്. പിന്നീട് ഇത് തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ അഫാൻ എടുത്തുകൊടുത്ത ഈ മാല തിരിച്ചെടുത്ത് പണയത്തിൽ നിന്ന് തിരിച്ചെടുത്ത് കൊടുത്തിരുന്നില്ല. തുടർന്ന് ഈ പലതരത്തിൽ ഈ വീട്ടിൽ ഈ മാല അഫാന് കൊടുത്ത വിവരം ഫർസാനയുടെ വീട്ടിൽ അറിയുന്ന സാഹചര്യം ഉണ്ടായി. ഫർസാനയുടെ മാതാവ് അത് അറിഞ്ഞു എന്നുള്ള സൂചനകൾ പോലീസിനോട് അഫാൻ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് നിരന്തരം ഫർസാന അഫാനുമേൽ സമ്മർദ്ദം ചെലുത്തി. ഇതിന് പിന്നാലെ ഈ അബ്ദുൾ റഹീം, അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ പേരിലുള്ള കാറ് പണയപ്പെടുത്തി ആ മാല തിരികെ കൊടുത്തു. ഇതിലടക്കം, അതായത് തന്നെ ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തിയിലടക്കം ഫർസാനയോട് അഫാന് കാര്യമായ ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊലപാതക ദിവസം തനിക്ക് ദേഷ്യമുള്ള എല്ലാവരെയും, അല്ലെങ്കിൽ തനിക്ക് വൈരാഗ്യമുള്ള, തന്നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച സകലരെയും കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു അഫാൻ ഉദ്ദേശിച്ചതെന്ന് പോലീസ് ഇപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മാതാവ് ഷെമിക്ക് സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫർസാനെ അഫാൻ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ്. മാത്രവുമല്ല, അക്കാര്യത്തിൽ അഫാന്റെ ഭാഗത്ത് നിന്ന് ആസൂത്രണം നടന്നു. പ്രത്യേകിച്ച് ഈ ലത്തീഫിനെയും ഭാര്യ സാജിദയും ചുള്ളാളത്തെ വീട്ടിലെത്തി കൊലപ്പെടുത്തിയ ശേഷം അവിടെ കാത്തു നിന്നതടക്കം, അതേപോലെ തന്നെ ഫർസാനയുമായി നടത്തിയ ചാറ്റിൽ, ഫോൺ കോളുകളിലടക്കം പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ഈ ആസൂത്രണം, ഫർസാനെയും കൊലപ്പെടുത്തണമെന്നുള്ള മുൻകൂറുള്ള ആസൂത്രണം, അത് പെട്ടെന്ന് സംഭവിച്ച കാര്യമല്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്, അത് ഈ മാതാവ് ഷെമിയെ ആക്രമിച്ച ശേഷം മുറിയിൽ പൂട്ടിയിടുന്നു. ആ പൂട്ടിയിട്ട ശേഷം ആ താക്കോൽ അഫാൻ പേരുമലയിലെ വീട്ടിലെ മറ്റൊരു ബാത്റൂമിന്റെ ഫ്ലഷ് ടാങ്കിൽ ഒളിപ്പിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അഫാൻ അത് ഒളിപ്പിച്ചത് തന്നെ ഈ കൊലപാതക വിവരം ഒളിപ്പിച്ച തനിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത പരിശോധിക്കുകയായിരുന്നോ എന്നുള്ള സംശയം ഇപ്പോൾ പോലീസിനുണ്ട്. ഏതായാലും ഇന്നലെ പേരുമലയിൽ അഫാനുമായി നടത്തിയ തെളിവെടുപ്പിൽ ഈ ഫ്ലഷ് ടാങ്കിൽ നിന്ന്, അതായത് ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിൽ നിന്ന് ഈ താക്കോൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിൽ ചില സംശയങ്ങൾ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്ന് നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ രണ്ട് പുതിയ വിവരങ്ങൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നതാണ്. അല്പസമയത്തിനുള്ളിൽ അഫാനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. 4 പ്രധാനപ്പെട്ട കൊലപാതക കേസുകൾ അത് വെഞ്ഞാറമൂട് പോലീസാണ് അന്വേഷിക്കേണ്ടത്. മനസ്സ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ കിട്ടുന്നെന്നോ എന്തോ. വെറും 23 വയസ്സാണ് പ്രായം. ആ പ്രായത്തിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു ചിന്ത മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ വച്ച് പൊറപ്പിക്കാൻ പറ്റും.